ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളിന്നൊരു സ്റ്റഡി വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ യൂട്യൂബ് എടുത്ത കുറേ സ്റ്റഡി വ്ളോഗ്സ് ആണ്. പ്രത്യേകിച്ച് SSLC 10ാം ക്ലാസ്സുകാരൊക്കെ കുറേ സ്റ്റഡി വ്ളോഗ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്കും ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ സ്കൂളിൽ നിന്ന് കിട്ടിയ ടെക്സ്റ്റ് ബുക്സും നോട്ട് ബുക്സും അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ നിന്ന് തന്നെയാണ് നോട്ട് ബുക്സൊക്കെ വാങ്ങാറ്. അപ്പോൾ അതും ഞാൻ ഡെസ്കിൽ തന്നെ വെച്ചിട്ടുണ്ട്, വേറെ എങ്ങോട്ട് മാറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ജോഗ്രഫിയാണ് പഠിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ പഠിച്ചു തുടങ്ങിയോ, എവിടം വരെ എത്തി എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ മൺസൂൺ വിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് ഇപ്പോൾ കറൻ്റ്ലി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഞാൻ ക്ലാസ് കാണും. ക്ലാസ് കണ്ടിട്ട് അതിൽ നിന്ന് പറയണതൊക്കെ നമ്മൾ ടെക്സ്റ്റിൽ മാർക്ക് ചെയ്യും. സ്കൂളിലൊന്നും പോകാത്തതുകൊണ്ട് ടെക്സ്റ്റിലൊന്നും മാർക്ക് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ ആ ക്ലാസ് കണ്ടിട്ട് നമ്മൾ ടെക്സ്റ്റിൽ മാർക്ക് ചെയ്തിട്ട് അത് നോക്കി പഠിക്കലാണ് ചെയ്യണത്. നമ്മളിപ്പോൾ എടുപ്പോട്ടിലെ ബാച്ചിലെ ക്ലാസ്സസ് കണ്ടിട്ടാണ് ഇതിൽ മാർക്ക് ചെയ്തേക്കുന്നത്. കാരണം എടുപ്പോട്ടിലത്തെ ആപ്പിലിപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ എല്ലാ സബ്ജക്റ്റിൻ്റെയും ഫ്രീ ആയിട്ട് കിട്ടും. ബാച്ചിലില്ലാത്ത സ്റ്റുഡൻസിനും ഫസ്റ്റ് ചാപ്റ്റർ കാണാം. അപ്പോൾ അങ്ങനെ എല്ലാ ജോഗ്രഫിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ അതിൽ കണ്ടിട്ട് ടെക്സ്റ്റിൽ മാർക്ക് ചെയ്തിട്ട് അങ്ങനെയാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏകദേശം 1 മണിക്കൂറൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചായ കുടിക്കാനൊക്കെ ആയിട്ട് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ചായക്കൊപ്പം നൂഡിൽസാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ നിസ്കരിക്കൽ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പഠിക്കാനിരുന്നു. നമ്മളിപ്പോൾ സൈക്ലോൺസിൻ്റെ ടോപ്പിക്കാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ട്രോപ്പിക്കൽ സൈക്ലോൺസ് വരെയെങ്കിലും ഇന്ന് കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ അതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റത്തേക്കായിട്ട് വരുമ്പോഴത്തേക്കും സബ്ജക്റ്റ് ഒക്കെ ഒരിത്തിരി ടഫായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ട്രോപ്പിക്കൽ സൈക്ലോൺസ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കി 2 ടോപ്പിക്ക് മാർക്ക് ചെയ്തത് വെച്ചിൽ ബാക്കി 2 ടോപ്പിക്ക് നാളെ പഠിക്കാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ച് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കിടക്കാൻ പോകണേണ്. ഏകദേശം 9 മണിയായിട്ടുണ്ട്. അങ്ങനെ ഇന്ന് രാവിലെ തന്നെ നല്ലൊരു മഴയായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് നേരം നോക്കിയതിന് ശേഷം നമ്മളിപ്പോൾ ക്ലാസ് കാണാൻ പോണേണ്. നേരത്തെ പറഞ്ഞ പോലെ ഇടുപ്പൊട്ട ക്ലാസ് കാണാൻ പോണേണ് നമ്മൾ. അപ്പോൾ അന്നത്തെ ടോപ്പിക്കൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞായറാഴ്ചയും തിങ്കളാഴ്ചയൊക്കെ ഇരുന്ന് നമ്മൾ ഫിനിഷ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞ ടോപ്പിക്ക് മുതൽ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ക്ലാസ് കാണുന്നതിൻ്റെ ഒപ്പം തന്നെ എല്ലാ ടോപ്പിക്സും മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കാൻ എളുപ്പത്തിന് എന്തെങ്കിലും പറയണമെങ്കിൽ അതവിടെ എഴുതിയും വെക്കുന്നുണ്ട്. അങ്ങനെ രാവിലെ കുറച്ച് നേരം നമ്മൾ ക്ലാസ് കാണാനിരുന്ന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഉച്ചക്കാണ് വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങിയത്. എക്സാമിനർ എല്ലാ ആഴ്ചയും തിങ്കളാഴ്ച എക്സാം വെക്കുന്നുണ്ട്. അപ്പോൾ അരിത്മെറ്റിക് സീക്വൻസ് ഞാൻ പഠിച്ചതിന് ചാപ്റ്റർ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടോട്ടൽ 4 ക്വസ്റ്റ്യനാണ് ഉണ്ടായിരുന്നത്. ഫസ്റ്റത്തെ 3 ക്വസ്റ്റ്യന് കറക്റ്റായിട്ടുണ്ടായിരുന്നു. ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിട്ടുണ്ടായില്ല. അപ്പോൾ അതിൻ്റെ ആൻസർ അവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരുമാതിരി വൃത്തിയായിട്ട രീതിയിലാണ് എഴുതിയത്. എന്തായാലും നമ്മൾ എക്സാമിനറിൻ്റെ വകയുള്ള എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ പേപ്പേഴ്സൊക്കെ നമ്മളിപ്പോൾ വെറുതെ ഫയലിലേക്കൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. നമുക്ക് റെഫർ ചെയ്യാമല്ലോ ക്വസ്റ്റ്യൻസൊക്കെ. അങ്ങനെ അതൊക്കെ നമ്മൾ ഫയലിലേക്ക് എടുത്ത് വെച്ച് ടേബിളിലെല്ലാം ഒന്ന് സെറ്റൊക്കെ ചെയ്ത് വെച്ചിട്ട് നമ്മൾ പഠിക്കാനിരിക്കാൻ പോണേണ്. സ്റ്റിക്കി നോട്ട്സൊക്കെ എന്തിനോ എടുത്തതാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ പഠിക്കാതിരിക്കാൻ പോണേണ്. വീണ്ടും ജോഗ്രഫി തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ മുഴുവൻ ഞാൻ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്ന സ്റ്റഡി വ്ളോഗാണ് എടുത്തിട്ടുള്ളത്.
അപ്പോൾ നമ്മുടെ സ്കൂളിൽ നിന്ന് കിട്ടിയ ടെക്സ്റ്റും നോട്ട് ബുക്സൊന്നും ഞാൻ കവർ ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ കവർ ചെയ്യുന്നതും കുറച്ച് ബാക്ക് ടു സ്കൂൾ പ്രിപ്പറേഷൻസും ആഡ് ചെയ്തിട്ടുള്ള ഒരു ലോങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യേ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് നേരം പഠിച്ചിരുന്നു. നമ്മൾ ഉച്ചക്കത്തെ ഫുഡും കഴിച്ച് ഇപ്പോൾ നമ്മൾ വൈകുന്നേരം സ്നാക്സായിട്ട് നമ്മൾ കപ്പ കഴിക്കുകയാണ്. കപ്പ പുഴുങ്ങിയതും മീൻ കറിയും കൂട്ടി നമ്മൾ കഴിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അന്ന് ഞാൻ പ്രത്യേകിച്ച് വീഡിയോ ക്ലിപ്സ് ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ ഇന്ന് വൈകുന്നേരമൊക്കെ ആയപ്പോൾ നല്ലൊരു മഴയ്ക്ക് ശേഷം നമ്മൾ ഇന്ന് കുറച്ച് നേരം പഠിക്കാതിരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഠിച്ചൊക്കെ കഴിഞ്ഞ് ചെറിയൊരു ബ്രേക്ക് എടുക്കുന്ന സമയത്താണ് ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇന്നൊരു ബ്രേക്കിനായിട്ട് സ്നാക്സായിട്ട് വാങ്ങിയതാണ് ക്രീം ബണ്ണ്. അങ്ങനെ അത് നമ്മൾ ബ്രേക്ക് എടുത്ത് അത് കഴിക്കാനിരിക്കുന്നതാണ്. നമ്മളിപ്പോൾ കണ്ടൻസേഷൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. അതിൻ്റെ ഇടയിലാണ് നമ്മൾ ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ബട്ടർ സ്കോച്ചിന് നല്ല അടിപൊളി ക്രീം ബണ്ണായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീണ്ടും പഠിക്കാനിരുന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടോപ്പിക്ക് വരെയാണ് ഞാൻ ആ സമയത്ത് പഠിക്കാനിരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതിൻ്റെ ഇടയിൽ വീണ്ടും അവർ അവിൽ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കുടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ ബൂസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതും കുടിച്ചു. അന്ന് അത്രയും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ 29 മെയ് വ്യാഴാഴ്ച, അതായത് ഇന്നലെ നമ്മൾ നല്ല മഴയും കാറ്റുമായിരുന്നു. നല്ലതെന്ന് വെച്ചാൽ ഈ വീഡിയോയിലൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഇതിനെക്കാട്ടി നല്ല മഴയും കാറ്റുമൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ അത് കണ്ടപ്പോൾ വെറുതെ വീഡിയോ എടുത്തതാണ്. ആ സമയത്ത് ഞാൻ അവിടെ പഠിക്കാനിരിക്കണമായിരുന്നു. ഇന്ന് എന്തായാലും ഈ ടോപ്പിക്ക് തീർക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇന്നായാലും ഈ വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ബാക്കിൽ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് ക്ഷമിക്കണം. അപ്പോൾ നിങ്ങൾ ഈ മഴയുടെ സൗണ്ടൊക്കെ ഒന്ന് കേട്ടിട്ടൊക്കെ വാ. നല്ല മഴയായിരുന്നു. അപ്പോൾ ഈ വീഡിയോ തന്നെ ഞാൻ സൗണ്ടെല്ലാം കുറച്ച് വെച്ചിട്ടാണ് ഇപ്പോൾ നിങ്ങളെ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഭയങ്കര സൗണ്ടാണ്. നിങ്ങൾക്കൊരു ഡിസ്റ്റർബൻസ് ആക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ സൗണ്ട് കുറച്ചിട്ടാണ് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ എനിക്ക് അന്ന് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സ്റ്റഡി വ്ളോഗ് വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ നിങ്ങൾക്ക് ബാക്ക് ടു സ്കൂൾ പ്രിപ്പറേഷൻസിൻ്റെ വീഡിയോ വേണമെന്ന് ചോദിച്ചത്, എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.